രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന പരാതികൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനി 2 കേസുകൾ കൂടി പുറത്തു വരാനുണ്ട് എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു, പല ആളുകളും പറയുകയും ചെയ്യുന്നുണ്ട്. ആ 2 കേസുകൾ പുറത്തു വന്നാൽ രാഹുൽ പിന്നെ പുറം ലോകം കാണില്ല എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ പോലുള്ള അദ്ദേഹത്തിന് ചില പേഴ്സണൽ കാര്യങ്ങൾ അറിയാം. അത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ രാഹുൽ പുറം ലോകം കാണില്ല എന്ന് പറയുന്നുണ്ട്. പോക്സോ കേസായിരിക്കും. പുറം ലോകം കാണില്ല എന്നൊന്നുമില്ല ഗൗതം. കാരണം പുറം ലോകമൊക്കെ നമ്മുടെ ഇന്ത്യയല്ലേ, അതുകൊണ്ട് കേസൊക്കെ വന്നാലും കാണും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് കേസുകൾ താങ്കൾ പറഞ്ഞതല്ല ഗൗതം, 2-1 നിൽക്കാൻ സാധ്യതയില്ല. കേസുകൾ നിരവധിയായി പോലെ വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സൈബർ സേനകൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടുകൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് മറ്റേ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയോ ഒക്കെ അങ്ങാടെ എന്ത് ചെയ്യാം, അടിച്ചമർത്താം എന്ന് വിചാരിച്ച് തെറ്റായിപ്പോയി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വിശദമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചില ആരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ചിരുന്നു. ആ പഠിപ്പിച്ചിരുന്നപ്പോൾ അവിടെയുള്ളൊരു പെൺകുട്ടിയുമായിട്ട് വലിയ പ്രണയത്തിലായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം. ട്യൂഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ 10-15 വയസ്സുള്ള പെൺകുച്ചാണ്, അപ്പോൾ പെൺകുട്ടാണ്. ആ പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായി പ്രണയത്തിലായ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കറിയില്ല അപ്പോൾ എത്ര വയസ്സ് പുള്ളിക്ക് ഉണ്ടാവും എന്നൊക്കെയുള്ള പുള്ളിയോട് ചോദിച്ചാൽ മതി, താങ്കളുടെ സുഹൃത്തായതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ബേസിക്കലി ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു എരപിടിയൻ ക്യാരക്ടറുള്ള ഒരാളാണ്. പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാത്ത നിരവധി കേസുകളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ, അല്ലെങ്കിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ തന്നെ ഇവൻ കാണിച്ചിട്ടുള്ള ഇടപെടലുകളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം തന്നെ ഈ ലാസ്റ്റത്തെ പെൺകുട്ടിയോട് എന്താ പറഞ്ഞേക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. 3 കുട്ടികളെ വേണോ? എന്തിൻ്റെ ഉദ്ദേശം എന്ത്? നമ്മൾ ജനസംഖ്യ ഒരു ഉദ്ദേശിക്കുന്നത് 3 കുട്ടികളെ വേണമെന്ന് പറഞ്ഞാൽ 3 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാലോ. 3 കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 3 ആയിരിക്കില്ല ഗൗതം, അത് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാലോ. അല്ല, അതാണ് പുള്ളിയുടെ ഉദ്ദേശം. 3 പിന്നെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അവർ അഡിക്റ്റ് ആയി കഴിഞ്ഞു, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അതും പറഞ്ഞേക്കണത് എന്താ, പെങ്ങൾക്ക് വേറെ കുട്ടികളില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, 3 കുട്ടികൾ വേണമെന്നാണ്. ആ റിപ്പോർട്ട് മൊത്തം വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്തൊക്കെ അഭ്യാസങ്ങളാണ്. അതായത് ഈ പെൺകുട്ടി ആദ്യമായിട്ട് വലയിൽ വീഴ്ത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പെൺകുട്ടി ശരി ഫ്ലിപ്കാർട്ടിൻ്റെയോ എന്തിൻ്റെയോ ഒരു പർച്ചേസ് ചെയ്തതിൻ്റെ ലിങ്ക് വേറൊരു രാഹുൽ ആണെന്നറിഞ്ഞ് ഇവനറിയാതെ അയച്ചു കൊടുത്താണ്. അങ്ങനത്തെ ബന്ധമാണ്. അയച്ചു കൊടുത്താണ്. എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവൻ നേരെ തിരിച്ചെന്ത് ചെയ്തു, ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് അയച്ച് ഈ പറയുന്ന പോലെ എന്താണ്, എന്താ മോൾ ഉസേജ് ആടെയാണെന്നൊക്കെ ചോദിച്ച് മേടിച്ച് ഇവനങ്ങനെ പിടിച്ച് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എനിക്കൊരിക്കലും നല്ല ഭർത്താവാകാൻ കഴിയില്ല, അതിനുള്ള സമയം എനിക്കുണ്ടാവില്ല, പക്ഷെ ഞാൻ നല്ലൊരു അച്ഛനായിരിക്കും എന്നാണ് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനൊരു അത്ര ഇൻബോൺ ക്രിമിനലാണെന്ന് പറയാൻ കാര്യം, അതായത് നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിഷയം കൂടി അത് പറഞ്ഞിട്ടാണ് എനിക്ക് മറുപടി പറഞ്ഞു. ഈ പെൺകുട്ടി ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഭർത്താവുള്ള കാനഡയിൽ താമസിക്കുന്ന ഇത്രയും വിവരം കെട്ടതായിരുന്നു. ഞാൻ തിരിച്ചത് ഒരു കാര്യം ഗൗതത്തിനോട് ചോദിക്കാം, വ്യക്തിപരമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ആ വ്യക്തിപരമായിട്ട് മോശപ്പെട്ടല്ല, അല്ല പറയാം എനിക്കൊരു മറുപടി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടി അത്ര പോരാതെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ മറുപടി. ഇപ്പൊ ഗൗതം ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയിക്കുന്നു. ആ പെൺകുട്ടി ഗൗതത്തെ പറ്റിക്കാൻ ഉദ്ദേശിച്ചാണ് പ്രണയിക്കുന്നത്. ഓക്കെ, ഗൗതം അല്ലേട്ടാ, ആ പെൺകുട്ടി ഗൗതത്തെ പറ്റിക്കാൻ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ രതീഷെ പറ്റിക്കാൻ ഉദ്ദേശിച്ചാണ് പ്രണയിക്കുന്നത്. അത് പക്ഷെ വളരെ ബുദ്ധിപരമായി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, നല്ല മിടുക്കിയായിട്ടുള്ള, ഇത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്. നമ്മളെ പറ്റിക്കുന്നു, നമ്മളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, നമ്മളുടെ ഇതിൽ നിന്ന് പണം ഊറ്റുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഓക്കെ, ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുമോ? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമ്മളെ കുറ്റം പറയൂ. നമ്മൾ ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു. അല്പമെങ്കിലും ബുദ്ധിയും ബോധവും ഉള്ള പെൺകുട്ടിയോ പുരുഷനോ ആയിരുന്നെങ്കിൽ ഒരാളുടെ ഡീലിങ്സിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കാൻ പറ്റും. എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ല? അതൊക്കെ തോന്നലാണ്. ഞാനിപ്പോ താങ്കളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് താങ്കളെ അടക്കം വേണമെങ്കിൽ കഥ ഞാൻ പറയാം. അത് പോട്ടെ, ഞാൻ വിട്ടേക്ക്. എനിക്കറിയാവുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. ചെറുപ്പകാലം മുതൽ ഞാൻ കളിച്ചു വളർന്നൊരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ ഒരു പെൺകുട്ടി പ്രണയിച്ചു. ആ പെൺകുട്ടി പ്രണയിച്ചിട്ട് ഇവൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രണയിച്ച പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ 8-10 കൂട്ടുകാരികളെയും കൂടി വിളിച്ച് ഇവന് വേണ്ടി ചെലവഴിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്, വിടുന്നത്. അവർ പിന്നീട് എന്ത് ചെയ്തു, അത് ആത്മാർത്ഥതയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് തന്നെ വേറെ പല അഫയറുകളും ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവൻ അതിനോട് അഡിക്റ്റ് ആയിരുന്നതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, അതിനെ തന്നെ കല്യാണം
കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ അറിയാം, ഒരാൾ വേറൊരാൾ വന്ന് പോക്കറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുന്ന കാര്യമാണ്. സാർ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം രാഹുലിൻ്റെ ഭാഗത്ത് ഒരു ഇരപിടിയൻ മെൻറ്റാലിറ്റി ഉണ്ട്, അയാളുടെ ഉള്ളിലൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ട്, എല്ലാം സമ്മതിക്കാം. പക്ഷേ ഇവിടെ സമൂഹം ചർച്ച ചെയ്യാത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഡ്രൈവ്, സെക്ഷൽ താല്പര്യം എന്ന് പറയുന്നത് പുരുഷന് മാത്രമേ ഉള്ളൂ, സ്ത്രീക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല എന്ന രീതിയിലുള്ള ചർച്ച കൊണ്ടുപോകരുത്. സ്ത്രീക്കും പുരുഷനെക്കാട്ടിലും കൂടുതൽ സെക്ഷൽ ഡ്രൈവ് ഉണ്ട്. അതെനിക്കറിയില്ല. ഇത് സെക്സോളജിസ്റ്റ് അടക്കമുള്ള എന്താണ് ഈ വിഷയത്തിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളുകൾ പറഞ്ഞു. എനിക്കതിൽ പ്രാഗൽഭ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് അളവൊക്കെ വെച്ച് നിങ്ങൾ തൂക്കി നോക്കിയൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെയുള്ള ആളുകളെ പരിചയമില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. ഞാൻ രണ്ടാമതൊരു കാര്യം കൂടി പറയാം. താങ്കൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ, ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു, ഭർത്താവുമായിട്ട് എന്ത് ചെയ്തു, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അകന്നു കഴിയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് അവർ കുറേ കൂടി ഒരു വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞാൽ അവർ കുറേ കൂടി ദുർബലമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. ആ ദുർബലമായിട്ടുള്ള സ്റ്റേജിൽ ഇവൻ ചെല്ലുന്നു, ഇവനെ പരിചയപ്പെടുന്നു, ഇവനോട് സെക്സ് മാത്രം വേണം എന്നല്ലല്ലോ ആ പെൺകുട്ടി വിചാരിച്ചത്. കാരണം ആ പെൺകുട്ടി അങ്ങനെയാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ഇവന് 10,000 രൂപ ഫുഡ് കഴിക്കാനില്ല എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ നിൽക്കുന്ന ഇവനത് ഇട്ട് കൊടുക്കില്ല. ഇവനൊരു വാച്ച് വേണം എന്നൊരാഗ്രഹം തോന്നുമ്പോൾ അതിൻ്റെ ശമ്പളത്തിൽ നിന്ന് 10,000 രൂപ കൊടുക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം കൊടുക്കുമ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ബന്ധത്തെ കണ്ടത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അങ്ങനെ ആത്മാർത്ഥമായി കണ്ടൊരു പെൺകുട്ടിയെ ഒരാൾ, ഞാൻ പറഞ്ഞ ഈ ആൺകുട്ടിയോ പെൺകുട്ടിയോ എക്സോ വൈയോ എന്തോ ആയിക്കോട്ടെ, ഗൗതത്തിന് തന്നെ എത്ര സുഹൃത്തുക്കളുണ്ടാവും. ഗൗതം ആത്മാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗൗതത്തിനെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഗൗതം? അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ നേരെ പറയുകയാണ് ആ കുട്ടി ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ തന്നെ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ കൂടെ നിന്നിരുന്ന ഒരുത്തിന് അവന് ഒരുപാട് സഹായം ഉണ്ടായപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പോലും ഞാൻ 2 ലക്ഷം രൂപ എന്ത് ചെയ്താണ് എടുത്ത് സഹായിച്ച ഒരാളാണ്. പക്ഷേ ആ സഹായിച്ചതിന് ശേഷം അത് തിരിച്ചേക്ക് കിട്ടി. പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നോട് പറയുകയാണ് ഞാൻ ശ്രദ്ധിക്കണ്ടേ, എനിക്ക് ബോധമില്ലാത്ത ഒരാളാണോ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആ സമയത്തുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ അവർ വളരെ വൾണറബിൾ ആയിട്ടുള്ള, ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടോടുകൂടി കാണുന്ന ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, അവരൊരു ആളെ കെട്ടുന്നു. അവർ പ്രത്യേകിച്ച് MLA ആണ്, അവൻ കുറേ കൂടി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, ഒരു സെലിബ്രിറ്റിയാണ്, കേരളത്തിലെ ജനങ്ങളൊക്കെ തിരഞ്ഞെടുത്തതല്ലേ, ഒരു യുവജന സംഘടന പ്രസിഡന്റ് ആക്കിയതല്ലേ എന്ന് ആ പെൺകുട്ടി വിചാരിച്ചു പോകില്ലേ? കാനഡയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി വിചാരിച്ചു പോയാൽ നമുക്ക് എങ്ങനെയാണ് അവരെ തെറ്റു പറയാൻ പറ്റുക? ഞാൻ തിരിച്ചൊരു കാര്യം ഇനി ഗൗതത്തോട് അങ്ങോട്ട് തിരിച്ചു വയ്ക്കുന്നു. ഗൗതം അമേരിക്കയിൽ താമസിക്കുകയാണ്, സാൻ ഫ്രാൻസിസ്കോയിൽ. ഇവിടുത്തെ ഒരു MLA MP വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് കാണണം, ചെറിയ പരിചയമുള്ളൂ, പക്ഷേ എനിക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഗൗതം ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഒരു MP MLA അല്ലേ, വീട്ടിലെന്ത് ചെയ്യും? താമസിക്കും. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്താ? ആ സമയം നാളെ ആകാശം വന്നിട്ട് വിളിച്ചു ജോലിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. നമ്മളങ്ങനെ സമ്മതിക്കും ഗൗതം. അത് യാഥാർത്ഥ്യമാണ്, അത് ആദ്യം മനസ്സിലാക്കണം. ഗൗതത്തിൻ്റെ വീട്ടിലേക്ക് നാളെ രാത്രി പോകുമ്പോൾ ഒരു 12:30-1 മണിക്ക് മോഹൻലാൽ വന്നിട്ട് കൊട്ടിയിട്ട് പറയുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഗൗതം എന്ത് ചെയ്യും? വാ കയറിയിരിക്കുക, എന്നിട്ട് തരാമെന്ന് പറയും. ആ സമയം ഇപ്പം ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ആകാശവും ഞാനോ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷത്തോട് സ്വീകരിക്കില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ചാറ്റ് രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതും എനിക്കൊരു പുല്ലുമില്ല, നീ എന്താ വേണ്ട വെച്ചാൽ ചെയ്യുന്ന പറയുന്ന സാധനം, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ അതിജീവിതയ്ക്ക് അയച്ചത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, 3 BHKയുടെ ഒരു ഫ്ലാറ്റ് വേണം. അപ്പം ഇവർ പറയുന്നു 2 BHK പോരെ, എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കാൻ, ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? അതിൽ പക്ഷേ രാഹുൽ സത്യസന്ധത എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ മിനിമം ഒരു 3 പേർക്കെങ്കിലും ഉള്ള റൂം അതിനകത്ത് വേണം. കാരണം ഒരാളല്ലല്ലോ ഉള്ളത്. ശരിക്കും ഒരു 10-15 പേരുള്ള, ഒരു 10-15-25 പേരുള്ള ഒരു വലിയ ബംഗ്ലാവ്. ഇപ്പം നമ്മൾ പണ്ട് VP സിംഗിൻ്റെ ഒക്കെ ബംഗ്ലാവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ബംഗ്ലാവ്, അതുപോലത്തെ ഒരു ബംഗ്ലാവാണ് പുള്ളിക്ക് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പരസ്പരം ആളുകൾ കാണുകയോ സംസാരിക്കുകയോ പോലും ചെയ്യാത്ത എന്ത് ചെയ്യണം? ഈ കൊച്ചി ഖനീഫ് ഒരു സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിയുടെ വീട്ടിലേക്ക് കയറിയ വൈഫിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളുടെ ഫോൺ വിളിച്ച് സംസാരിക്കണോ, കാരണം അത്രയെങ്കിലും ഗ്യാപ്പ് വേണമെന്നാണ് ഞാൻ പറയുക. അതിലെനിക്ക് പുള്ളിയുടെ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ സത്യത്തിൽ പുള്ളി 3 ബെഡ്റൂമേ ചോദിച്ചുള്ളൂ. കാരണം ഇവിടെ ഉള്ള ബിൽഡേഴ്സിൻ്റെ കുഴപ്പമുള്ളത്. ശരിക്കും 16 ബെഡ്റൂമൊക്കെ ഉള്ള ഫ്ലാറ്റ് ഇവിടെ എന്ത് ചെയ്തില്ല. ഏപ്രിലാണ് ഇവർ തമ്മിൽ 2024 ഒരു കേരളത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ സമയത്താണ് ദേഹോപദ്രവം നടത്തി, ദേഹത്ത് തുപ്പി, മുഖത്ത് തുപ്പി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നീട് ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ചർച്ചയും, പിന്നെ അതേപോലെ തന്നെ ചെരുപ്പ് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത കാര്യം, ഇതൊക്കെ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് ഡിസംബറിലാണ് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം അവർ പറയുന്നത് എന്താ? എന്നെ പീഡിപ്പിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു, എൻ്റെ മുഖത്ത് തുപ്പി, ദേഹോപദ്രവം നടത്തി എന്നൊക്കെയാണല്ലോ. യഥാർത്ഥത്തിൽ അവർക്ക് ആക്ച്വലി അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ആ വാക്കുകളിൽ കയറി നിങ്ങൾ പിടിച്ച്
നിങ്ങൾ ഈ പറയുന്ന പോലെ അതിജീവിതമാരുടെയും പരാതി കൊടുക്കുന്നവരുടെയും എന്താണ് ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ മര്യാദകേടാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയും. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ചെക്ക് പറഞ്ഞു ഞാൻ മറുപടി പറയാം. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ MLA ആയിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്ന ഒരാളുടെ മൊറാലിറ്റിയും ധാർമ്മികതയും കുറിച്ചാണ്. രണ്ട്. മൂന്നാമത്തെ കാര്യം പൊതുവായിട്ടുള്ള ധാർമ്മിക ക്ലാരിറ്റി എന്ന് പറഞ്ഞോട്ടെ. അതായത് പൊതു ധാർമ്മികതയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യമല്ല പാലക്കാട് MLA ചെയ്തിട്ടുള്ളത്, അത് തെറ്റ് തന്നെയാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇവിടെ നാളെ ഇപ്പോൾ ഒരു ചെക്ക് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു. ആ ചെക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതൊരു അഷുറൻസിന് വേണ്ടി കൊടുക്കുന്ന ചെക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാശ് വരുമ്പോഴത്തേക്ക് നീ അതങ്ങ് തിരിച്ചു തന്നേക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗ്യാരണ്ടി ആയിട്ടൊക്കെ കൊടുക്കുന്ന ചെക്കായിരിക്കും. ആ ചെക്ക് കൊണ്ട് കേസ് കൊടുക്കുമ്പോഴേക്കും കേസിൻ്റെ ഭാഗമായിട്ട് ഈ ചെക്ക് എനിക്ക് ഇന്നലെ തന്നതാണെന്നും അവൻ നേരിട്ട് അവൻ്റെ കൈപ്പടയിൽ എഴുതി തന്നതാണെന്നും അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എഴുതിക്കൊണ്ട് വന്നതാണെന്നൊക്കെയുള്ള പല നുണകളും കേസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും പറയും. ഈ പെൺകുട്ടികൾ കേസ് കൊടുക്കുമ്പോൾ മാത്രം നിങ്ങളിത് അന്വേഷിക്കുന്നതിൻ്റെ കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ളൂ. അത്രേ ഉള്ളൂ ഗൗതം ഇതിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ വളരെ കൃത്യമായ ആലോചിച്ചുറപ്പിച്ച് ഇവരെ വഞ്ചിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് എന്ത് ചെയ്തിരുന്നു, ഈ പെൺകുട്ടിയോട് ഡീല് ചെയ്തിരുന്നു എന്നുള്ള മൊറാലിറ്റിയുടെ പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് നാളെ പെൺകുട്ടി എന്നല്ല ഒരാണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ ഒരു ഫ്രണ്ട് താങ്കളോടാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് വഞ്ചിച്ച് എന്ത് ചെയ്യുന്നു, താങ്കളുടെ ഇന്ന് പണമടിച്ചു മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, താങ്കളെ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തോന്നുന്ന വിഷമത്തിൻ്റെ 10,000 ഇരട്ടി വിഷമം ഈ കാര്യത്തിൽ ആ പെൺകുട്ടികൾക്ക് തോന്നും. ഒന്ന്. ഇനി രണ്ടാമത്തത് താങ്കൾ പറഞ്ഞില്ല താങ്കളെ ചോദിച്ച അടുത്ത പോയിന്റ്, ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടി പിന്നീടും ഇവനോട് എന്തിനടുപ്പം കാണിച്ചു എന്നുള്ളതാണ്. അതാണല്ലോ ഒരു വലിയ പോയിന്റ്. അവൻ എന്തൊരു പണം കൊടുത്തു എന്താണ്. നമ്മുടെ നാട്ടിൽ ചില സിനിമകൾ ഞാൻ താങ്കളോട് പറയാം. ചില സിനിമകൾ അതിൽ ഒരെണ്ണം ഞാൻ പറയാം. ഈ മോഹൻലാൽ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വളരെ വെള്ളയൊക്കെ ഇട്ട് ദിവ്യ ഉണ്ണിയുമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് ഉസ്താദ്. വെരി ഗുഡ്. താങ്കൾക്ക് അതൊക്കെ അറിയാവുന്നതൊന്നും കുഴപ്പമില്ല. ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിൽ വേറൊരു നായികയുണ്ട്. ആ നായികയുടെ പേര് ഞാൻ വിട്ടുപോയി. അത് താങ്കൾക്ക് അറിയാമായിരിക്കും, ലേഡി ആയതുകൊണ്ട്. അപ്പോൾ ആ നായിക എന്ന് പറയുന്നത് എനിക്ക് മോഹൻലാലിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മറ്റേ NF വർഗീസൊക്കെ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ മോഹൻലാലിൽ ഈ പെൺകുട്ടി ഡ്രസ്സ് ഇല്ലാതെ ഈ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ഈ നായികനെ ഡ്രസ്സില്ലാതെ കാണുന്നുണ്ട്. ഡ്രസ്സില്ലാതെ കാണുമ്പോൾ നിൻ്റെ അരഞ്ഞാണത്തിൻ്റെ മണികൾ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് കളിയാക്കുന്ന ഒരു സീനുണ്ട്. ആ കളിയാക്കുമ്പോൾ ആ നായിക പറയുന്ന ഒരു ഡയലോഗുണ്ട്. തിരിച്ചെന്താ നായിക പറയുന്നതെന്ന് അറിയോ? ഇനി ഞാൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ദമ്പതികളുടെ മകളാണ്, വലിയ സമ്പന്നയായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാൾ പരമേശ്വരൻ എന്ന് പറയുന്ന ഉസ്താദ് എന്ന് പറയുന്ന ഒരു റോളിലാണ്. ഇദ്ദേഹം പറയുന്നത് നിങ്ങളെ അല്ലാതെ വേറെ ആളെയും കെട്ടില്ല. ആ കെട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അടുത്ത ഡയലോഗ് എന്താണെന്ന് താങ്കൾക്കറിയോ? എന്താണെന്നറിയോ? എന്നെ ഈ പറഞ്ഞ പോലെ നൂൽബന്ധമില്ലാതെ എന്നെ ഈ പറഞ്ഞ പോലെ തുണിയില്ലാതെ കണ്ടേക്കണ ഒരാൾ നിങ്ങളാണ്. ഇനി എനിക്ക് അങ്ങനെ വേറൊരാളുടെ അടുത്ത് പോയി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏത് ഒരു പരിപാടി കാര്യങ്ങളൊന്നും സെക്സ്വൽ ഇൻ്റർകോഴ്സൊന്നും നടന്നിട്ടില്ല, കണ്ടു എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ പോലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് സ്വാഭാവികമായിട്ട് എന്നൊരാൾ ബലാത്സംഗം ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? അവനെ തന്നെ കല്യാണം കഴിക്കണം. അവൻ കല്യാണം കഴിക്കാനും പിന്നീട് അവൻ ഈ 10,000 രൂപ മേടിക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ താല്പര്യത്തോട് സംസാരിക്കണം. അതൊക്കെ ആ സമയത്ത് ചെയ്തു പോയതാണെന്ന് പറയാനും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നാൽ തയ്യാറാകും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ കണ്ടിട്ടുള്ള നിരവധി ആണുങ്ങളിൽ ഈ ക്യാരക്ടറുണ്ട്. ഒരു പെൺകുട്ടി തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയാലും ചിലപ്പോൾ അവൾ ക്ഷമ പറയുകയും വീണ്ടും തിരിച്ചു വരികയും ഈ പറഞ്ഞ പോലെ നിങ്ങളൊത്തായിട്ട് എനിക്ക് ജീവിതം തന്നെ എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലാക്കിയതെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വളരെ ആത്മാർത്ഥമായ ആദ്യമായിട്ട് പ്രണയിച്ച ആളുകളാണെങ്കിൽ മിക്കവാറും അതിനകത്ത് എന്ത് ചെയ്യും? വീഴും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കുറ്റം കണ്ടുപിടിക്കാനും ഇതിനൊക്കെ പുറകെ നടക്കുന്നത് അങ്ങേയറ്റം മ്ലേച്ഛത്തരമാണ്. നമ്മുടെ നാട്ടിലെ ഒരു MLA, ഒരു യുവജന വിഭാഗത്തിൻ്റെ പ്രസിഡൻറ്റ് ഇതുപോലെയുള്ള പണികളുമായിട്ട് നടക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഉറക്കെ പറയേണ്ടത്. Xോ Yയോ Zോ മുഖമില്ലാത്ത ഒരാളുടെയോ കാര്യത്തിൽ ഇതുപോലെ നമ്മൾ തുണിഞ്ഞിറങ്ങി പണിയെടുക്കേണ്ട ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. ഇതിൽ ആദ്യത്തെ പരാതി നൽകിയ അതിജീവിത മാരീഡായിരുന്നു. അവരാദ്യം വിവാഹം കഴിച്ചതാണ്. മൂന്നാമത് വന്ന ഈ അതിജീവിത മാരീഡായിരുന്നു. അവരും വിവാഹം കഴിച്ചതാണ്. ഈ രണ്ടാമതുള്ള അതിജീവിത അത് പരാതി കൊടുത്തത് എന്തോ ബാംഗ്ലൂരിൽ പഠിക്കുന്ന 10-23-4 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ രാഹുലിനോട് താല്പര്യം പ്രകടിപ്പിക്കുക. അപ്പോൾ രാഹുൽ ഞാൻ അല്ല സാർ, ഞാനൊരു കാര്യം പറയട്ടെ. രാഹുൽ ഇപ്പോഴും എന്ത് ചെയ്യാണ്? നിങ്ങൾ മറ്റേ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ശ്രമം? ഞാൻ തിരിച്ച് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞാൻ നിരന്തരം പറയുകയും ചെയ്തത്.
കാരണം രാഹുൽ പൊതു ധാർമ്മികതയ്ക്കനുസരിച്ചിട്ട് ഒരു MLA പ്രവർത്തനമല്ല നടത്തിയത്. അയാൾ ഇത്തരത്തിൽ സെക്സിന് വേണ്ടി മാത്രം കബളിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളെ എന്നുള്ളത് കൃത്യമാണ്. ചെറിയ കാര്യം കൃത്യമാണ്, അല്ല ചെറിയ കാര്യമല്ല, അല്ല അത് കൃത്യമാണ്. പക്ഷേ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകൾ ഇവൻ്റെയൊക്കെ മുമ്പാകെ വീണു പോകുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ മാത്രമേ വരും ഭാവിയിൽ മറ്റു സ്ത്രീകളും ഇതുപോലെ അധികാരമോഹികൾക്ക് മുമ്പാകെ, കാമവറിക്ക് മുമ്പാകെ വീഴാതിരിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കുഴപ്പമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയേണ്ടി വരും. രാഹുലിന് കുഴപ്പമുള്ള പോലെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമീകരണം ഉണ്ടല്ലോ, ഇത് താങ്കൾ 8 മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. മനസ്സിലായ? അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു 24, 26, 28 പോട്ടെ 35 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീയും അവരുടെ ധാർമ്മികത പാലിച്ചില്ലെന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി വെക്കും. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടാ. അങ്ങനെ വെച്ചാൽ ഒരു MLAയും ഒരു മന്ത്രിയുമായിരിക്കുന്ന ഒരാൾ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരുപോലെ തന്നെ അങ്ങ് കണ്ടാൽ മതി. ഒരുപോലെ കണ്ടാൽ മതി. തെറ്റ് രണ്ട് ഭാഗത്തും ഏതാ എന്നുള്ളതാണ്. എന്താന്ന് തെറ്റ് രണ്ട് ഭാഗത്തും ഉണ്ട്. MLA ചെയ്തത് വളരെ എന്താണ് ഗൗതം എനിക്ക് മനസ്സിലായില്ല. ഒരു പെൺകുട്ടി നാളെ മോഹൻലാലിനെ കാണാൻ വേണ്ടി പോകുന്നു. മോഹൻലാല ആ മോഹൻലാലിലൂടെ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാം, ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ ബഹുമാനമോ ആദരവോ ഇഷ്ടമോ ഒക്കെ തോന്നാം. കാരണം അദ്ദേഹം നിരവധി സിനിമകൾ TP ബാലഗോപാലിന് മുതൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെയൊക്കെ വീട്ടിൽ, താങ്കളുടെ വീട്ടിൽ വന്നാലും എൻ്റെ വീട്ടിൽ വന്നാലും നമ്മുടെ രണ്ടുപേരുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണും. അല്ലാതെ അയാളോട് നിലത്തിരിക്കൂ, ഇവിടെ കസേരയില്ലെന്ന് പറയുക ആ പുള്ളിക്കൊരു എൻജോയ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. നാളെ പിണറായി വിജയൻ ഇത്രയൊക്കെ താങ്കളൊക്കെ എതിർക്കുന്ന ആൾ പോലും നാളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കയറി കസേരയിൽ ഇരിക്കാൻ പറയും, കസേര തുറച്ചു കൊടുക്കും വീട്ടുകാർ. കാരണം എന്താ വെച്ചാൽ അവരൊരു ഈ പറഞ്ഞ പോലെ അധികാര സ്ഥാനത്തിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള കുറേ കൂടി ആളുകൾ ബഹുമാനിക്കുന്ന ആദരവുള്ള ആളാണ്. നിങ്ങൾ അതിനെ രണ്ടിനെയും എങ്ങനെയാണ് സമീകരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം ആ പെൺകുട്ടികളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കാരണം എന്താ, ഒരു തെറ്റൂല പറഞ്ഞുതരാം. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രണയിച്ച ഒരാൾ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞോളെ ഞാൻ എന്ത് ചെയ്തോളാം, നിന്നെ കല്യാണം കഴിച്ചോളാം, ഞാൻ നിന്നോട് എന്ത് ചെയ്തോളാം, ജീവിതകാലത്ത് ഒരു പോയിന്റ് അതായത് കുട്ടിയെ ഉണ്ടാക്കാം, കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള ഒരു പ്രോമിസ് ഒരാൾ തന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതാണ്, മുഖത്ത് തുപ്പലും അടിക്കലും ശരീരം ഉപദ്രവിക്കലൊക്കെ സ്ത്രീകൾക്ക് ഓക്കെയാണ്. അതെന്താ സ്ത്രീകൾക്കല്ല, ആ പെണ്ണിന് ഓക്കെയാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇത് എന്നോട് മാത്രമേ അവന് ഇഷ്ടമുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയിൽ ഞാൻ അവന്റെ ജീവിത പങ്കാളിയായി തീരാൻ പോവുകയാണെന്നും ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കാൻ പോവുകയാണെന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് നേരെയാക്കി എടുക്കാനും മര്യാദക്കാരനാക്കി എടുക്കാനും പറ്റും എന്ന് പറയുന്ന സ്നേഹത്തിലും വിശ്വാസത്തിലും എന്ത് ചെയ്യാണ്. ഈ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ നാട്ടിൽ ഈ പറയുന്ന പോലെ എന്താണ്, രാത്രി എന്ത് ചെയ്തു, മറ്റേ കൂലിവേല പണിക്ക് പോയിട്ട് എന്താണ് തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഈ കോളനിയിലൊക്കെ ഉള്ള നിരവധി ആളുകൾ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഇടിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരൊരിക്കൽ പോലും എന്ത് ചെയ്യില്ല, സ്വന്തം ഭർത്താവിനെ കുറിച്ച് പരാതി കൊടുക്കില്ല പോലീസ് സ്റ്റേഷനിൽ പോയി. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. താങ്കളിത് ചിരിച്ചുകൊണ്ട് കേൾക്കേണ്ടതല്ല. ഒരു വാതിലിൻ്റെ പടിയിൽ ഈ പറഞ്ഞ കൈവച്ചിട്ട് വാതിലടക്കുന്നു എന്ന് പറയുമ്പോൾ പരാതി കൊടുക്കാനായിട്ട് എൻ്റെ മുമ്പിൽ വെച്ച ഒരാൾ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയാമോ, അയ്യോ അത് വേണ്ട, ഈ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടനെ പോലീസൊന്നും പിടിച്ചിട്ട് പോകില്ല, ഇപ്പം മദ്യപിച്ചിട്ട് ചെയ്തൊരു കുഴപ്പമാണെന്നാണ്. അപ്പോഴും പക്ഷെ അവരുടെ ഉള്ളിലൊരു നന്മയുണ്ട്. ആ നന്മ എന്താണെന്നറിയാമോ, ഇത് തൻ്റേതാണ്, ദിസ് ഈസ് മൈ മാൻ എന്ന് വിചാരിക്കുന്നൊരു ഫീലിംഗ് കൊണ്ട്. അതാണ് ഗൗതത്തിന് മനസ്സിലാകാത്തത്. പക്ഷേ ഈ കഴിവർക്ക് ഈ പുള്ളിക്കില്ലാത്ത എന്താണെന്നറിയാമോ, ഈ പുള്ളിക്കില്ലാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നേരെ തിരിച്ച് ഇങ്ങനെ ഒരാളോടല്ല 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞ് പോവാണ്. അതും എങ്ങനെയാണ്, ഒരേ സമയത്ത്. എനിക്ക് തിരിച്ച് ഗൗതത്തോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗൗതം ഒരു പ്രണയം ഉണ്ടായി, ഗൗതം അത് മറക്കാൻ എത്ര സമയം എടുക്കും? വെറുതെ ഒന്ന് അറിയാനാ, 1 മണിക്കൂറാ, 1.5 മണിക്കൂറാണ്, 5 മണിക്കൂറാണ്? ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ട്രൈ ചെയ്യുന്നില്ല. അത് ഞാൻ പറയണത് എത്ര സമയം എടുക്കും? പ്രണയത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കുമല്ലോ. എന്നാലും ഒരു ഏകദേശം സമയം പറ. ഒരു 2 മിനിറ്റ് കൊണ്ട് മറക്കോ? ഇല്ല. പിന്നെ എത്ര, 3 മാസം കൊണ്ട് മറക്കോ? ഇല്ല. ചിലത് മറക്കില്ല, ചിലർ മറക്കൂല, ചിലർ ഒരിക്കലും മറക്കൂലല്ലോ. അപ്പൊ ചിലർ ഈ പറഞ്ഞ പോലെ മറന്നു പോകാത്ത നിരവധി ആണുങ്ങൾക്കും ഇത് മനസ്സിലാവും. കാരണം എന്താണെന്നറിയാമോ, അങ്ങനെയുള്ള ഒരാൾ ഈ പർപ്പസ്ഫുള്ളി വേറൊരാളെ ചീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, ഈ പരിപാടിയിൽ ഏർപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയാൻ കാര്യം, ആ പെൺകുട്ടി സെക്സ് മാത്രം വിചാരിച്ചിട്ടല്ല,
പകരം അത് മനസ്സുകൊണ്ട് തന്നെ സ്വന്തം ആളായി ഒരുമിച്ച് ജീവിക്കാൻ ഫ്ലാറ്റ് മേടിക്കാം എന്ന് പോലും വിചാരിച്ച് ഈ പറഞ്ഞ ആ ഫ്ലാറ്റിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ തീരുമാനിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, തെറ്റിപ്പോയില്ല. ഒരു കാര്യം നമുക്കറിയാം, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. തീരുമാനിച്ചിട്ടില്ലെങ്കിൽ 1.25 കോടിയുടെ ഫ്ലാറ്റ് നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം നമുക്കത് അറിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം പക്ഷെ നമുക്കറിയാലോ, ഒരു കാര്യം പക്ഷെ നമുക്കറിയാം. അതെന്താണെന്നറിയാമോ? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ സമയത്ത് തന്നെ അറ്റ് പ്രസന്റ് ആ പെൺകുട്ടി വേറെ ആരോടും ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. മനസ്സിലായോ? അത്രയെങ്കിലും ആത്മാർത്ഥത ആ പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ചാറ്റിൽ പെൺകുട്ടി പറയുന്നുണ്ട് 3 BHK ഫ്ലാറ്റ് എനിക്ക് വേണമെന്ന് രാഹുൽ പറയുമ്പോൾ പെൺകുട്ടി തിരിച്ചു നൽകുന്ന റിപ്ലൈ ആണ് 2 BHK പോരെ, ഒറ്റയ്ക്ക് താമസിക്കാനല്ലേ. 2 BHK പോരെ, ഒറ്റയ്ക്ക് താമസിക്കാനാണല്ലോ. ഒറ്റയ്ക്ക് താമസിക്കാനാണ്. അപ്പോഴും ഒരു പെൺകുട്ടി അതിന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഒരു 2 BHK ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാൽ അത് ഈ നാട്ടിൽ 25 പേർക്ക് മേടിച്ചു കൊടുക്കാന്നല്ല വിചാരിച്ചേക്കണേ. കാനഡയിൽ ഒറ്റയ്ക്ക് താമസിക്കാനല്ലേ എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് താമസിക്കാനല്ലേ എന്ന് പറഞ്ഞാൽ എന്തൊരു വിവരക്കേട്. അല്ല, അതിനെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാനല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാലോ. എനിക്ക് നിങ്ങളെ കൂടെ താമസിക്കാനല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാനല്ലേ 2 BHK ഫ്ലാറ്റ് വേണ്ടേ, അങ്ങനെ വ്യാഖ്യാനിക്കാലോ. ഇതിലും ഭേദം എന്ത് ചെയ്തൂടെ? മറ്റേ ഈ പറയുന്ന പോലെ ഞാൻ വേറൊരു കാര്യം കൂടി അല്ല, വേറൊരു താങ്കൾ വ്യാഖ്യാനിച്ചൂടെ? കാല് ഒരാൾക്ക് തിരുമ്മി കൊടുക്കുക നല്ല പണിയാണ്. ഞാൻ രാഹുൽ താങ്കൾ ഈ പറയുന്ന പണി എന്നോട് എടുക്കരുത്. സാറിനടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്വകാര്യ ഹോട്ടൽ ബുക്ക് ചെയ്തതാരാ? അങ്ങോട്ടേക്ക് രാഹുലിനെ ക്ഷണിച്ചതാരാ? ഇവർ ആദ്യമായിട്ട് അവിടുന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തേണ്ടതിന്റെ ആവശ്യം എന്താ? ഈ വൃത്തികെട്ട വ്യാഖ്യാനം ഇവിടെ നിന്ന് നടത്തരുത്. ഒന്ന്, നിങ്ങൾ തുടക്കത്തിലെ നിങ്ങളത് തുടക്കത്തിലെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ നൈസായിട്ട് മറ്റതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. നിങ്ങൾ അത് ഇവിടെ നടക്കില്ല. നിങ്ങൾ ഒരു മിനിറ്റ്, ആ പെൺകുട്ടി കാനഡയിൽ എന്ത് ചെയ്യുന്നു, താമസിക്കുന്നു, ഇവൻ ഇവിടെ താമസിക്കുന്നു. അപ്പൊ അവർ അപ്പൊ കൊച്ചുണ്ടാകാന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? മറ്റേ ഒരുമിച്ച് താമസിക്കാനല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, അത് 10,000 രൂപയും 15,000 രൂപയും ഇവന് ഫുഡ് കഴിക്കാനും വേണ്ടി അയച്ചു കൊടുക്കുന്നത് എന്താണ്? ഇവനോട് ആത്മാർത്ഥം ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ 1.25 കോടി രൂപയുടെ ഫ്ലാറ്റ് എടുത്ത് ഇവന് വേണ്ടി കൊടുത്തിട്ട് അത് വേറെ ആരുടെങ്കിലും പോയി താമസിക്കാന്നാണോ വിചാരിക്കുന്നത്? എന്തൊരു വ്യാഖ്യാനമാണ് ഗൗതം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്തു, തട്ടിക്കൊണ്ടുപോയി ഈ ഗോവിന്ദചാമിയൊക്കെ ചെയ്ത പോലെ, അല്ലെങ്കിൽ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിർഭയ കേസും സൗമ്യ പോലെ എന്ന് സമീകരിക്കാൻ ഒട്ടും ഇവിടെ ഈ വിഷയത്തിൽ താങ്കൾക്ക് കബളിപ്പിച്ചതിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാകാഞ്ഞിട്ടാണ്. സാർ, ഞാൻ സ്ത്രീകളോടുള്ള എല്ലാ ബഹുമാനവും താങ്കൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. താങ്കൾക്ക് ഒരു ബഹുമാനവുമില്ല. താങ്കൾ വെറും ഈ പറഞ്ഞ പോലെ വൃത്തികെട്ട ഒരാളാണ്. അല്ല, എന്റെ വ്യാഖ്യാനമാണ്. ഞാൻ താങ്കളുടെ മുഖത്ത് നോക്കി ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അതാണല്ലോ. പക്ഷെ ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ ആ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി പറയാത്ത ഇത്രയും കൂടി ഉള്ളൂ. ആ പെൺകുട്ടി ശരിക്കും ഇതുപോലെ 10 പേർക്ക് 10,000 രൂപ അയച്ചു കൊടുത്തിരുന്നു. എല്ലാവർക്കും ഞാൻ ഒറ്റ കാര്യം, ഇതിൽ രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ശരിയാണ്, പുള്ളി അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രമാണ് വൃത്തികേട് കാണിച്ചത്, നിങ്ങളൊക്കെ വളരെ പുണ്യാളത്തിമാണ് ആണ് എന്നുള്ളൊരു നറേഷൻ വളരെ തെറ്റാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ സാറേ, ഞാനത് പറഞ്ഞു. വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ ചുവട് നോക്കണോ? അങ്ങനെ നോക്കുന്നത് ലീഗലി പോലും തെറ്റാണ്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് പറയുന്നത് വളരെ പുല്ല് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വരും ദിവസങ്ങളിൽ. വളരെ പുല്ല് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വരും. പുല്ല് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ ധൈര്യമാണ്, ആ കോൺഫിഡൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ താങ്കളുടെ ഉള്ളിലുള്ള ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഗോവിന്ദചാമി ചെയ്യുന്നതും അനാവശ്യമായിട്ട്
അനാവശ്യമായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് താങ്കളാണ്. അനാവശ്യമായ എക്സാമ്പിൾ പറയുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ താങ്കൾ എന്ത് ചെയ്യുന്നത് വെല്ലുവിളിക്കുന്നത് താങ്കളാണ്. താങ്കളുടെയും രാഹുൽ ഈശ്വറിനെയും പോലെയുള്ള ആളുകളെ പിടിച്ച് 15 അല്ല 40 ദിവസം എന്നിട്ട് ശരിയായില്ല ഒരു സംശയമില്ല. എനിക്ക് പറഞ്ഞു ഞാൻ ക്ഷുഭിതരാവും. ഇതുപോലെയുള്ള വൃത്തികേടുകൾ കേട്ടാൽ ഞാൻ പറയാതെ കേട്ടിട്ട് ചെയ്താൽ മതി. ഇല്ല ഞാൻ പറയാം ഒരൊറ്റ കാര്യമുള്ളത്, ഈ കൺസെന്റും മാനിപ്പുലേറ്റഡ് കൺസെന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എല്ലാത്തിനും ഇരുന്ന് ന്യായീകരിക്കുന്നത്. ഒന്നുമല്ല, ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറയാം, അതിലും കൂടി താങ്കൾക്ക് മറുപടി വന്നിട്ട് നമുക്ക് നിർത്താം. അതായത് ഈ നാട്ടില് ഉള്ള സ്ത്രീകളുടെ എല്ലാവരോടും ഉള്ള ബഹുമാനം മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് അല്ല, ഇത്തരത്തിലുള്ള എരപിടിയന്മാരുടെ മുമ്പാകെ വീണു കൊടുക്കാതിരിക്കുക, കുറച്ചും കൂടി ബോധവും വിവരവും കാണിക്കുക എന്ന് എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇത്തരം അതിജീവിതകളോട് പറയാനുണ്ട്. അത് പറഞ്ഞു, അത് താങ്കളുടെ ഈ പറയുന്ന പോലെ എന്താണ്. ഇപ്പോ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ അയാൾ കാണിച്ചത് വൃത്തികേട് തന്നെയാണ്. ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേട് തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബോധം മുഖത്ത് തുപ്പിയാൽ അത് നിങ്ങൾക്കൊരു കുഴപ്പമാണെങ്കിൽ, മുഖത്ത്, അതായത് ഇതാണ് പറയാനുള്ളത്, മുഖത്ത് തുപ്പിയാൽ ശരീരത്തിൽ ഉപദ്രവിച്ചാൽ അത് നിങ്ങൾക്ക് കുഴപ്പമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയി കംപ്ലൈന്റ് കൊടുക്കുക. ഇതിന്റെ ഈ വാചകങ്ങൾ താങ്കൾ റീലായിട്ട് കട്ട് ചെയ്ത് വിട്ടിട്ട് താഴെ ഒരു കാര്യം കൂടി എഴുതി ചേർക്കുക. ചെകുത്താൻ വേദം പോകുന്നു എഴുതി ചേർത്താൽ നല്ലതായിരിക്കും. ഒന്ന് പിന്നെ ദൈവമല്ല, ചെകുത്താൻ വേദം പോകുന്നു എഴുതി ചേർത്താൽ കറക്റ്റ് ആയിരിക്കും. ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ശുദ്ധ അസംബന്ധമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പെൺകുട്ടി രാഹുലിനോട് കാണിച്ചത്, കേസും ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ വിട്ടേക്ക്, ആ പെൺകുട്ടി രാഹുലിനോട് കാണിച്ചത് വലിയ ഈ പറഞ്ഞ പോലെ ഒരു സത്യസന്ധമായ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ കരുതിയില്ലെങ്കിൽ അത് പണിയെടുത്തുണ്ടാക്കണ കാശും കൊടുത്ത് അതെന്ത് ചെയ്യില്ല, ഈ പറയുന്ന പോലെ മറ്റേ ഇന്നർവയർ മുതൽ ഈ പറയുന്ന പോലെ വാച്ച് വരെ മേടിച്ചു കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുകേഷ് അംബാനിയുടെ മകളെ പോലെ ഇനി 500 പേർക്കൊന്നും മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ സമയത്തെങ്കിലും ആ പെൺകുട്ടി ഇവരോട് വളരെ കൃത്യമായിട്ടൊരു ആത്മാർത്ഥതയാണ് കാണിച്ചത്. അത് കല്യാണം കഴിച്ചതാണ്, ഹസ്ബൻഡുമായിട്ട് വേർപിരിഞ്ഞുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു ആത്മാർത്ഥതയാണ് കാണിച്ചത്. പക്ഷേ അതിൻ്റെ 1.001% പോലും ആത്മാർത്ഥതയില്ലാതെ ആ കാശടിച്ച് മാറ്റാനും ഈ പറഞ്ഞ പോലെ ലൈംഗികമായിട്ടുള്ള സുഖങ്ങൾ കിട്ടാനും വേണ്ടി മാത്രം പർപ്പസ്ഫുള്ളി ഒരുത്തൻ ചീറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ, സ്ത്രീകൾക്ക് ലൈംഗിക സുഖം വേണ്ട, സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യങ്ങളില്ല, പുരുഷന് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും താങ്കൾ പറയില്ല. അങ്ങനെയൊന്നും താങ്കൾ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലൈംഗികതയിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ അത് ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമായി ലിമിറ്റ് ചെയ്ത ഇവൻ കാണിച്ചിരുന്ന പോലെയുള്ള താല്പര്യമല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾ അതിജീവിതകളെ അങ്ങേറ്റം താറടിക്കാൻ വേണ്ടി അവർക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അവർക്ക് പ്രണയമുണ്ടായിരുന്നു, അവർക്ക് സ്നേഹമുണ്ടായിരുന്നു, അവർക്ക് നിസ്വാർത്ഥമായ ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോലും കൊടുത്ത് എന്ത് ചെയ്തു, തീറ്റിപ്പോറ്റിയിരുന്നു. എന്നിട്ടും അതിൻ്റെ 1% പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരുത്തൻ എങ്ങനെയാണ് ജനതയെ സേവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ, എങ്ങനെയാണ് കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ, പണ്ട് പരശുരാമൻ മഴുവറിഞ്ഞ് കേരളം ഉണ്ടാക്കിയതുപോലെ ഈ കേരളം അങ്ങനെ തന്നെ കടലിനടിയിലേക്ക് മുങ്ങിപ്പോകും എന്നുള്ള എൻ്റെ പേടിയിൽ നിന്നാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ഇത്തരം ആളുകളുടെ ട്രാപ്പിൽ വരും ഭാവിയിൽ അതിജീവിതകൾ അതിജീവിതകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ പുറത്ത് ഞാൻ കാണിക്കുകയാണ്. അതിന് കുറച്ചും കൂടി ബോധവും വിവരവും ഒക്കെ കാണിക്കണം. അത് കാണിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്, ഇനിയുമുണ്ട്. അവരിതുപോലെ വൈറ്റ് വാഷ് ചെയ്യാനും ന്യായീകരിക്കാനുള്ള ഇതുപോലെ എന്താണ് ഈ പറഞ്ഞ പോലെ നീല വെള്ള ഷർട്ട് ഇട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും തീരുമാനിക്കട്ടെ.